മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, വിശിഷ്ട അതിഥികളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദേശ തത്വങ്ങളുടെ കീഴിലായിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗാഞ്ചലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിരവധി മഹാത്മാരെ കുറിച്ച് നാം നേരിൽ കേട്ടിട്ടുണ്ട്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ഇങ്ങനെ നിരവധി പേർ. ഇവരിൽ ഒരാളുടെ ജന്മദിനമാണ് നാം ഇന്ന് ആചരിക്കുന്നത്. അതെ, നമ്മുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും ആദ്യ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ ജന്മദിനം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വല്ലഭായ് പട്ടേൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വല്ലഭഭായ് രാവീഭായ് പട്ടേൽ എന്നാണ്. രാജ്യമെങ്ങും സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷിക ദിനം ദേശീയ അഖണ്ഡതാ ദിനമായി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ വിദ്യാലയവും പ്രൗഢഗംഭീരമായ ആഘോഷ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയം 75ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ 75 ദിനം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത്. 75 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു അഭിമാനത്തിന്റെ യാത്രയാണ്. 75 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഖ്യയല്ല, ഇതൊരു ചരിത്രമാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരിടത്തും അവകാശപ്പെടാൻ കഴിയാത്ത സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്ന പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യം തുന്നിച്ചേർക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ച ഒരു മഹാനായ വ്യക്തിത്വത്തിൻ്റെ പേര് ഈ സ്കൂളിന് തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ എത്രത്തോളം ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഉദയംപേരൂരും ഈ ശാഖയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ചില പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികം ഇന്ത്യ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് എല്ലായിടത്തും ആഘോഷിക്കപ്പെടുകയാണ്. ഏതാണ്ട് 75 വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട് അത് നാമധേയം വെച്ചിരിക്കുന്നത് പട്ടേൽ മെമ്മോറിയൽ UP സ്കൂൾ എന്നാണ്. 75 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഈ വാർഷിക ആഘോഷം ഏറ്റവും ഗംഭീരമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. 75 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷമാണ്. ഇതൊരു മഹത്തായ ഒരു മഹാനായ നേതാവിൻ്റെ പേരാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ, ഏറ്റവും അനുയോജ്യമായ ഒരു പേര്. നമ്മുടെ ഇന്നത്തെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 75 ദിവസത്തെ പരിപാടികളാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. 946 ഇതൊരു കുടിപ്പള്ളിക്കൂടമായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു. 946 അങ്ങനെ ഒരു ചിന്താഗതി ഈ പ്രദേശത്തെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഈ പ്രദേശത്തെ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മളിപ്പോൾ സ്മരിക്കേണ്ടത്.
7 പതിറ്റാണ്ട് നീണ്ട ഈ സ്കൂളിൻ്റെ ഈ യാത്ര ഒത്തിരിയേറെ ആളുകളുടെ സമർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ സഹകരണത്തിൻ്റെയും കൂടി ചരിത്രമാണ്. നമ്മുടെ സ്കൂളിൻ്റെ 75-ാം വാർഷികവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന 75 ദിന പ്രോഗ്രാമുകൾക്കും എല്ലാവിധ ആശംസകളും മാതൃസംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നേരുന്നു. അപ്പോൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ അവരെയും പൂർവ്വകാല പ്രവർത്തകരെയും ഏറെ ആദരവോടെ ഓർക്കേണ്ട ഒരു സന്ദർഭമാണ്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ചാകാകത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്നുവെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യയുടെ ഏകീകരണത്തിൻ്റെ പ്രധാന ശില്പിയും ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഈ ചടങ്ങ് വളരെയധികം ഭംഗിയാക്കി തീർക്കുവാൻ ഞങ്ങളോടൊപ്പം ഈ സ്കൂളിനോടൊപ്പം ചേർന്ന് നിന്ന് സഹകരിച്ച വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ആരും നികുതി അടക്കരുത്. നമ്മുടെ രാജ്യം നമുക്ക് വിട്ടു നൽകും വരെ നമ്മൾ പോരാടും.